ഇപ്പോൾ ചൂടുകാലമൊക്കെ അല്ലേ, നമുക്കൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയാലോ? കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടേ. നോമ്പ് കാലത്തൊക്കെ ട്രെൻഡിങ് ആയിരുന്ന നഫ്രത്തിക്ക സർബത്തായിട്ടുമാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായി എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് ചിയ സീഡ്സ് കുതിരാനായിട്ട് ഇടാം. ഏകദേശം 15 മിനിറ്റോളം ചിയ സീഡ്സ് വെള്ളത്തിലിടണേ. ഇതിൽ മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു കഷ്ണം ബട്ടറും ഇളം ചൂടുള്ള കുറച്ച് പാലും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആപ്പിൾ. ഇതുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആപ്പിൾ കഴുകി തൊലിയെല്ലാം ചെത്തിയതിന് ശേഷം ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്തു വയ്ക്കാം. ഇൻഗ്രീഡിയൻസ്: സോക്ക്ഡ് ചിയ സീഡ്സ്, ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ, പാൽ, പിന്നെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ക്രഷ്ഡ് പീനട്ട്സും കാഷ്യൂ നട്ട്സും ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ വീതം സോക്ക്ഡ് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആപ്പിളാണ് ഞങ്ങളിവിടെ ചേർത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ആപ്പിൾ പെട്ടെന്ന് നിറം മാറുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. ക്രഷ്ഡ് പീനട്ട്സ് ആൻഡ് കാഷ്യൂ നട്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റ് വീഡിയോസ് കാണണേ. മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. പിന്നെ ചിയ സീഡ്സ് സോക്ക് ചെയ്യാതെ ഉപയോഗിക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചാൽ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ചിയ സീഡ്സും ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും പാലും ഉള്ളത് കാരണം ഇത് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് വിശപ്പ് തോന്നില്ല, വയറ് ഫുള്ളായതുപോലെ തോന്നും. ചിയ സീഡ്സ് ഇനി വീണ്ടും ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് ഡെക്കറേഷനായി ഞങ്ങളിവിടെ കുറച്ച് ക്രഷ്ഡ് പിസ്താസും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്തി ആൻഡ് റിഫ്രഷിംഗ് ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. അപ്പോൾ ബായ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.